തിരികെ വീട്ടിലേക്ക് കയറ്റണമെന്ന യാചനയുമായി ശിവാനി ഇവിടേക്ക് വന്നിരുന്നല്ലോ. അത് സ്വന്തം തീരുമാനപ്രകാരം ശിവാനി ഇവിടേക്ക് വന്നതാണെന്നാണോ ഏട്ടത്തി കരുതിയത്? അത് നിധിയുടെ ഒരു പ്ലാനിംഗ് ആയിരുന്നുവെന്ന് ഇനിയും മനസ്സിലാക്കാൻ പറ്റിയില്ലേ? പ്ലാനിങ്ങോ? എന്തു പ്ലാനിങ്? ഏട്ടത്തി ഒന്ന് ആലോചിച്ചു നോക്ക്. ശിവാനി ഇവിടെ വന്ന് വീണ്ടും സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോ നിങ്ങളൊക്കെ നടക്കില്ല എന്ന് തീർത്തു പറയുമ്പോഴും നിധി ന്യൂട്രലായി നിന്നതല്ലേ ഉള്ളൂ. ശരിയല്ലേ? അത് പിന്നെ നിധി പറഞ്ഞ ന്യായമല്ലേ എന്ന് കരുതി അതിന്റെ പേരിൽ ഞാൻ നിധിയെ സംശയിക്കണം? വെറുതെ ഓരോ കഥ മെനഞ്ഞോണ്ട് വരല്ലേ. ഞാൻ പറഞ്ഞ കഥകളെ ഏട്ടത്തിക്ക് വിശ്വാസം ഇല്ല എങ്കിൽ ഞാനൊരു സാധനം കാണിച്ചുതരാം. അത് ഏട്ടത്തി ഒന്ന് കണ്ടു നോക്ക്. ഒരു വലിയ തെളിവാ അത്. എങ്ങനെയെങ്കിലും പതുക്കെ പതുക്കെ ഞാൻ അവരെ മാറ്റിയെടുത്തോളാം. നിന്നെ ഈശ്വരമംഗലത്തേക്ക് തിരികെ കൊണ്ടുവരിക എന്നത് എന്റെ ആവശ്യമാണ്. അതിനുവേണ്ടി ചില തന്ത്രങ്ങളൊക്കെ ഞാനും മെനയുന്നുണ്ട്. നീ പ്രണവിന്റെ ഭാര്യയായി ഈശ്വരമംഗലത്തിന്റെ മരുമകളായി അവിടേക്ക് തിരികെ വന്നിരിക്കും, ഉറപ്പ്. ഈ നിധി എന്താ ഇങ്ങനെ? എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ലല്ലോ. ഇപ്പൊ എങ്ങനെയുണ്ട്? ഞാൻ പറഞ്ഞതൊക്കെ ശരിയാണെന്ന് ബോധ്യമായോ? ഏട്ടത്തി സ്വന്തം മകനെ എങ്ങനെയും ശിവാനിയിൽ നിന്ന് രക്ഷിച്ചെടുക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ ഏട്ടത്തിയുടെ പുന്നാര മരുമകളാണെങ്കിലോ ഇവിടെ എല്ലാവരുടെയും മുൻപില് അതിഗംഭീരമായിട്ട് അഭിനയിച്ച് തകർക്കുന്നു. എന്നിട്ട് കർട്ടന് പിന്നിൽ പോയി ശിവാനിയെ സപ്പോർട്ട് ചെയ്ത് അവളെ തിരിച്ചു കൊണ്ടുവരാനുള്ള വഴികൾ നോക്കുന്നു. വസുന്ധരാന്റി എന്തിനാ മിസ് കോൾ അടിക്കുന്നത്? എന്തെങ്കിലും കാര്യം കാണുമല്ലോ, ഒന്ന് വിളിച്ചു നോക്കാം. നോക്കെടുത്തി, ഒന്നും അറിയാതെ ഒരാരോപണം ഉന്നയിച്ചതല്ല ഞാൻ. തെളിവുകളുണ്ട്. അവളുടെ പ്ലാൻ എന്താണെന്ന് അറിയാൻ വേണ്ടി തന്നെയാ ഞാൻ മുറിയിൽ വന്ന് ഒളിഞ്ഞു കേട്ടത്. എന്തോ എനിക്കൊന്നും അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ദേ നോക്ക്, ശിവാനിയാ വിളിക്കുന്നെ. ഹലോ ശിവാനി. ആന്റി എന്താ മിസ് കോൾ അടിച്ചേ? ഏയ് അതൊന്നുമില്ല. നീ ഇപ്പൊ എവിടെയാ? ഞാൻ വേറെ എവിടെ പോവാനാ, വീട്ടിൽ തന്നെ ഉണ്ട്. എന്നാലും ആന്റി എന്നോട് ഇങ്ങനെ കാണിക്കുമെന്ന് ഞാൻ കരുതിയില്ല. ഞാൻ ഈശ്വരമംഗലത്തേക്ക് വന്നിട്ട് ആന്റി എന്നെ നല്ല രീതിയിലൊന്ന് സപ്പോർട്ട് ചെയ്തോ? ഇല്ലല്ലോ. എന്നെ സ്വീകരിക്കണമെന്ന് ആന്റിക്കൊന്ന് തീർത്ത് പറഞ്ഞുകൂടായിരുന്നോ? നിനക്കിനി എന്റെ സപ്പോർട്ടിന്റെ ആവശ്യമൊന്നും ഇല്ലല്ലോ. നിനക്ക് നിധിയില്ലേ? സത്യം പറഞ്ഞ നിധി ഇപ്പൊ എന്റെ പക്ഷത്ത് നിൽക്കുന്നുണ്ടല്ലോ എന്നതാ ഒരാശ്വാസം. നിധി എന്നെ കാണാനായിട്ട് വന്നിരുന്നു, എന്നെ ആശ്വസിപ്പിക്കുകയും ചെയ്തു. അപ്പോഴാ എനിക്ക് സമാധാനമായത്. നിധി വിചാരിച്ച നിനക്ക് ഈശ്വരമംഗലത്തേക്ക് തിരിച്ചു വരാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ ശിവാനി? എനിക്ക് നിധിയെ വിശ്വാസമാണ് ആന്റി. എന്തെങ്കിലും തന്ത്രം മെനഞ്ഞ് എന്നെ ഈശ്വരമംഗലത്തേക്ക് തിരികെ കയറ്റാന്ന് നിധി ഉറപ്പ് വന്നിട്ടുണ്ട്. പാർവതി ആന്റിയുടെയും ഗൗതമിന്റെയും പ്രണവിന്റെയും ഒക്കെ മനസ്സ് നിധി മാറ്റിയെടുത്തോളൂ. ആ ഒരു പ്രതീക്ഷയില ഞാനിപ്പോ ജീവിക്കുന്നത് പോലും. ആ ശരി ശിവാനി, ഞാനിപ്പോ കുറച്ച് തിരക്കില്ല. കുറച്ച് കഴിഞ്ഞ് വിളിക്കാവേ. ശരി ആന്റി. ഓക്കെ ബൈ. ഇപ്പോ ചെമ്പ് പുറത്തായല്ലോ. ഇനി കൂടുതലൊന്നും ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമില്ല എന്നെനിക്കറിയാം. ഇനി എന്ത് വേണമെന്ന് ഏട്ടത്തി തന്നെ തീരുമാനിച്ചോ. പുന്നാര മരുമകളെ തലയിൽ ചുമന്നുകൊണ്ട് നടക്കണോ താഴത്തിറക്കി നിർത്തണോന്ന് ആലോചിച്ച് തീരുമാനിക്കേ.